മാമലകണ്ടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരു വലിയ കാടിൻ്റെ നടുവിലും വലിയ മലകളുടെ ഇടയിലുമായി കിടക്കുന്ന അതിമനോഹരമായ ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ഒരു ദിവസം പോയി വരാവുന്ന ഒരു റൂട്ട് കൂടിയാണത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കോതമംഗലത്തുള്ള കുട്ടമ്പുഴയിലാണ്. നമ്മുടെ കോതമംഗലത്ത് നിന്നും കുട്ടമ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഈ ഭൂതത്താൻകെട്ട് ഡാമും ഇടമലയാർ ഡാമും തട്ടക്കാടും പൂവയംകുട്ടിയും ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. ഈ വഴി വരുകയാണെങ്കിൽ അവിടേക്കൊന്ന് കയറിയിട്ട് വരാവുന്നതാണ്. അടുത്തടുത്താണ് എല്ലാ സ്ഥലങ്ങളും കിടക്കുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് കുട്ടമ്പുഴ. ഇതുവഴി തന്നെയാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാനുള്ളത്. ഈ ഒരു വീഡിയോയ്ക്ക് 3 കൊല്ലത്തെ പഴക്കമുണ്ട്. ആകെ മാറിയേക്കുന്നത് ഈ ഒരു പാലം മാത്രമാണ്. ഈ പാലം ഇപ്പോൾ ഇവിടെ ഇല്ല. ചെറിയൊരു പാലമായിരുന്നു, അതിപ്പോൾ മാറ്റിയിട്ട് ഒരു വലിയ പാലമാക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് ഈ വഴിക്ക് പോകുമ്പോഴൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോകുന്തോറും വഴിയുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എതിർദിശയിൽ നിന്നും വാഹനങ്ങളും ബസ്സും വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാറിന് വരുന്നവർക്ക്. ബൈക്കിന് ആ ഒരു സീനില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചുറ്റിനും കോട നിറഞ്ഞിട്ടുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇവിടെ തന്നെയാണ് ചെറിയൊരു ഏർമാടം കണ്ട് ട്രീ ഹൗസ്. കുറച്ച് മേളിലേക്കാണ്, കയറാൻ പറ്റിയൊരു സാഹചര്യമൊന്നുമില്ല, കുറച്ച് പഴയതുമാണ്. ഇവിടെ ഒരു ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടത്തേക്ക് 35 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു റൂട്ട്. മനോഹരമായ സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോകുന്തോറും. ഇതെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയാണെന്ന് നമുക്കൊരു നിമിഷം തോന്നിപ്പോകും. അത്രയ്ക്ക് ഭംഗിയാണ് ഈ വഴികളെല്ലാം. കുറേയധികം അരുവികളെല്ലാം ഉണ്ട് റോഡ് സൈഡിൽ. മാമലക്കണ്ടം ഇത്ര ഫേമസ് ആകാൻ കാരണം ഇവിടെ ഒരു സ്കൂളുണ്ട്. മലകളാൽ ചുറ്റപ്പെട്ട് കൊടുക്കുന്നതും സ്വന്തമായ ഒരു വെള്ളച്ചാട്ടവുമുള്ള നമ്മുടെ സ്വന്തം മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ.
നമ്മൾ മാമലകണ്ടത്ത് നിന്ന് നേരെ തിരിച്ചു പോകുന്നത് നേര്യമംഗലം വഴിയാണ് ചീയപ്പാറ വാട്ടർഫാൾസും കണ്ട് നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.